ഏവർക്കും +1 മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന ചാപ്റ്ററിന്റെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ എന്താണ് ഒരു കോംപ്ലക്സ് നമ്പർ, രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് എങ്ങനെ ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം, അതിന്റെ പവേഴ്സ് എങ്ങനെ കണ്ടെത്താം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ 3 എപ്പിസോഡുകളും കണ്ടതിന് ശേഷം മാത്രം ഈ 4ാമത്തെ എപ്പിസോഡ് കാണുക. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. സെക്കൻഡ് വൺ, മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. തേർഡ് വൺ, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഇത് 3ഉം നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യുന്നു, ദെൻ അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്യുന്നു. ഓക്കെ, സോ ഹെഡിങ് എഴുതിക്കോളൂ. കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. വാട്ട് ഈസ് കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ? ഈ കോൺജുഗേറ്റ് എന്ന ആ വേർഡ് നിങ്ങൾക്ക് പരിചയം കാണും. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ 1-2 സ്ഥലത്ത് സൂചിപ്പിച്ചു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആശയമാണ്. ലെറ്റ് Z equal to a plus IB be a complex number. Then conjugate of this complex number Z is denoted by Z bar. മേലൊരു ബാർ ഇടുക. ദാറ്റ് ഈസ് എന്താണ്? കോൺജുഗേറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പർ Z. The conjugate of a complex number Z is denoted by എന്താണ്? Z bar and is defined as Z bar equal to, ഇത് a plus IB ആണെങ്കിൽ അതിന്റെ കോൺജുഗേറ്റ് a minus IB. ഇമാജിനറി പാർട്ടിന് ഓപ്പോസിറ്റ് സൈൻ കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ് കോൺജുഗേറ്റ്. റിയൽ പാർട്ടിനെ അത് അഫക്ട് ചെയ്യത്തേ ഇല്ല. ഇമാജിനറി പാർട്ടിന് ഓപ്പോസിറ്റ് സൈൻ കൊടുക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, let Z1 equal to 3 plus 4i. Then what is the conjugate of this complex number? And it is denoted by Z1 bar. Is equal to എന്തായിരിക്കും? നിങ്ങൾ പറയും, very simple, 3 minus 4i. അല്ലെ, ഇമാജിനറി പാർട്ടിന് ഓപ്പോസിറ്റ് സൈൻ പ്ലസ് 4i എന്തായി മാറി? മൈനസ് 4i ആയി മാറി. അങ്ങനെയാണെങ്കിൽ what is the conjugate of the complex number? Z2 equal to 5 minus 2i. Z2 bar equal to എന്തായിരിക്കും? ഇതിന്റെ കോൺജുഗേറ്റ്, ദാറ്റ് ഈസ് 5 plus 2i. ഇവിടെ ഇമാജിനറി പാർട്ട് മൈനസ് 2i, അതിന് ഓപ്പോസിറ്റ് സൈൻ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ കിട്ടും. നെക്സ്റ്റ്, what is the conjugate of the complex number Z3 equal to 5 minus root 2i? എന്തായിരിക്കും? നിങ്ങൾക്കറിയാം, Z3 bar equal to 5 plus root 2i. അല്ലെ, ഇമാജിനറി പാർട്ടിൽ മൈനസ് റൂട്ട് 2i, അതിന്റെ സൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? കോൺജുഗേറ്റ് കിട്ടും. Now fourth one, Z4 equal to 4i. Z4 equal to എന്താണ്? 4i. What is the conjugate? Z4 bar. നമ്മൾ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് എഴുതുമ്പോൾ ആദ്യം ആ കോംപ്ലക്സ് നമ്പറിനെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുക. അതാണ് അതിന്റെ പ്രൊസീജിയർ. സോ ജസ്റ്റ് 4i നമുക്ക് എങ്ങനെ എഴുതാം? 0 plus 4i. ഇപ്പോൾ ഇത് ഏത് ഫോം? a plus ib എന്ന ഫോം. ഇനി കോൺജുഗേറ്റ് എഴുതുക. Z4 bar equal to എന്താണ്? 0 plus 4i എന്ത് എഴുതാം? മൈനസ് 4i എന്ന് എഴുതാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ, ഇങ്ങനെ എഴുതിയില്ലെങ്കിലും പ്ലസ് 4i, അതിന്റെ കോൺജുഗേറ്റ് എന്താണ്? മൈനസ് 4i. നെക്സ്റ്റ്, Z5 equal to 2. What is the conjugate of this complex number? ഇത് പ്യൂർലി റിയൽ ആണ്, അവിടെ ഇമാജിനറി പാർട്ട് ഒന്നും ഇല്ല. പക്ഷേ ഇതൊരു കോംപ്ലക്സ് നമ്പർ ആണ് എന്ന് നമുക്കറിയാം. അതിന്റെ സ്റ്റാൻഡേർഡ് ഫോമിൽ എങ്ങനെ എഴുതാം? 2 plus i0 എന്ന് എഴുതാം. Now what is its conjugate? നിങ്ങൾക്കറിയാം, Z5 bar equal to എന്ത് കിട്ടും? 2 minus i0 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ കിട്ടും? 2 തന്നെയാണ്. അത് മൈനസ് i0 എന്നതിൽ അർത്ഥമുണ്ടോ? ഒരു അർത്ഥവുമില്ല. ശരിക്കും പറഞ്ഞാൽ പ്യൂർലി റിയൽ ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് എടുക്കുമ്പോൾ എന്തിനെ കിട്ടും? ആ സെയിം സംഗതി തന്നെ കിട്ടും. റിയൽ പാർട്ടിന് സൈൻ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 5 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 5 തന്നെയാണ്. അതായത് കോൺജുഗേറ്റ് ആരെയാണ് അഫക്ട് ചെയ്യുന്നത്? ഇമാജിനറി പാർട്ട് ഉണ്ടെങ്കിൽ അതിന്റെ സൈനെയാണ് കോൺജുഗേറ്റ് അഫക്ട് ചെയ്യുന്നത്. ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. നെക്സ്റ്റ്, ഇതിന്റെ ചില പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രോപ്പർട്ടി നമ്പർ 1, Z bar the whole bar equal to എന്തായിരിക്കും? ഒരു കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് എടുക്കുന്നു, വീണ്ടും കോൺജുഗേറ്റ് എടുത്താൽ എന്ത് കിട്ടും? ഇതാ നോക്കിക്കോളൂ. Z equal to a plus IB.
ഇസഡ് ബാർ ഈക്വൽ ടു എന്താണ്? എ മൈനസ് ഐ ബി. എങ്കിൽ ഈ കിട്ടിയതിന്റെ കോൺജുഗേറ്റ് എന്തായിരിക്കും? ദാറ്റ് ഈസ് ഇസഡ് ബാർ ദ ഹോൾ ബാർ. ഇസഡ് ബാർ ഇതാണല്ലോ, ഇവന്റെ കോൺജുഗേറ്റ് എ മൈനസ് ഐ ബിയുടെ കോൺജുഗേറ്റ് ദാറ്റ് ഈസ് എ പ്ലസ് ഐ ബി. ഈ എ പ്ലസ് ഐ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസഡ് ആണ്. സോ ഇസഡ് ബാർ ദ ഹോൾ ബാർ ഈക്വൽ ടു എന്താണ്? ഇസഡ് എന്ന് കിട്ടും. ഒരു പ്രാവശ്യം നെഗറ്റീവ് എടുത്ത് വീണ്ടും ഒരു പ്രാവശ്യം എടുക്കുമ്പോൾ എന്ത് കിട്ടും? ആ സെയിം സാധനം കിട്ടും. അത് തന്നെയാണ് ലോജിക്ക്. സോ ഇസഡ് ബാർ ദ ഹോൾ ബാർ ഈക്വൽ ടു ഇസഡ്. സിമ്പിൾ പ്രോപ്പർട്ടി. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ഇസഡ് പ്ലസ് ഇസഡ് ബാർ? ഒരു കോംപ്ലക്സ് നമ്പറും അതിന്റെ കോൺജുഗേറ്റും ആഡ് ചെയ്താൽ എല്ലായ്പ്പോഴും എന്ത് കിട്ടും? അതും നമുക്ക് മനസ്സിലാക്കാം. ഇത് ഇസഡ്, ഇത് ഇസഡ് ബാർ, രണ്ടും തമ്മിൽ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ഇസഡ് പ്ലസ് ഇസഡ് ബാർ. പറഞ്ഞോ, എയും എയും ആഡ് ചെയ്താൽ 2a. ഇതൊന്നും ക്യാൻസൽ ചെയ്ത് പോയില്ലേ? കഴിഞ്ഞു. ഈക്വൽ ടു 2 ഇൻറ്റു ഈ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസഡ് എന്ന കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ട് ആണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചു. എ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? റിയൽ പാർട്ട് ഓഫ് ഇസഡ്. ഇതെന്താണ്? 2 ആണ്, നമ്പർ 2 ആണ്. സോ ഇസഡ് പ്ലസ് ഇസഡ് ബാർ ഈക്വൽ ടു 2 into real part of z for every complex number. ഏതൊരു കോംപ്ലക്സ് നമ്പറും അതിന്റെ കോൺജുഗേറ്റ് നമ്മൾ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 2 into real part of z കിട്ടും. സോ z plus z bar equal to എന്താണ്? 2 into real part of z എന്ന് എഴുതാം. ബ്രാക്കറ്റ് കൊടുക്കുന്നതാണ് ഒരു ഭംഗി. സിമിലർലി what is z minus z bar? വീണ്ടും ഇവ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? z minus z bar. എ മൈനസ് എ ക്യാൻസൽ ചെയ്ത് പോയി. ഐ ബി മൈനസ് മൈനസ് ഐ ബി, ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക. ഐ ബി മൈനസ് മൈനസ് ഐ ബി, ഐ ബി പ്ലസ് ഐ ബി ദാറ്റ് ഈസ് 2IB എന്ന് എഴുതാം. വീണ്ടും എന്തുകൊണ്ട്? 2i അതുപോലെ എഴുതാം അല്ലെ? 2i ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കോംപ്ലക്സ് നമ്പറിന്റെ ഇമാജിനറി പാർട്ട്. ആ കോംപ്ലക്സ് നമ്പറിന്റെ ഇമാജിനറി പാർട്ട് അതിനെങ്ങനെ എഴുതും? IM ഓഫ് z. So z minus z bar equal to 2i into imaginary part of z. കാണാതെ ഒന്നും പഠിക്കേണ്ട, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. നെക്സ്റ്റ് പ്രോപ്പർട്ടി നമ്പർ 4. സിമ്പിൾ പ്രോപ്പർട്ടി. z1 പ്ലസ് z2. ഈ രണ്ട് കോംപ്ലക്സ് നമ്പറും ആഡ് ചെയ്യുന്നു, എന്നിട്ട് കോൺജുഗേറ്റ് കണ്ടു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഓരോ കോംപ്ലക്സ് നമ്പറും കണ്ട് അതിന്റെ കോൺജുഗേറ്റ് കണ്ടിട്ട് ആഡ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. z1 plus z2 the whole bar equal to z1 bar plus z2 bar ആയിരിക്കും. ആദ്യം z1 എന്ന കോംപ്ലക്സ് നമ്പർ എടുക്കുക, അതിന്റെ കോൺജുഗേറ്റ് കാണുക. z2 എന്ന കോംപ്ലക്സ് നമ്പർ എടുക്കുക, അതിന്റെ കോൺജുഗേറ്റ് കാണുക. രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക. അതുപോലെ ലെഫ്റ്റിൽ z1 z2 ഉണ്ടല്ലോ, ആ രണ്ട് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്തതിന് ശേഷം കോൺജുഗേറ്റ് എടുക്കുന്നതും ഇതും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. വേണമെങ്കിൽ ചുമ്മാ ഇരിക്കുമ്പോൾ z1 എന്നൊരു കോംപ്ലക്സ് നമ്പർ എടുക്കുക, 3 plus 4i. z2 എന്ന വേറൊരു കോംപ്ലക്സ് നമ്പർ എടുക്കുക, ഇവ തമ്മിൽ ആഡ് ചെയ്യുക, എന്നിട്ട് കോൺജുഗേറ്റ് കാണുക. അതവിടെ ഇരുന്നോട്ടെ. എന്നിട്ട് ഇതിന്റെ കോൺജുഗേറ്റ് കാണുക, ഇതിന്റെ കോൺജുഗേറ്റ് കാണുക, രണ്ടും തമ്മിൽ ആഡ് ചെയ്ത് നോക്കുക. നേരത്തെ കിട്ടിയതാണോ ഇപ്പൊ കിട്ടിയത്? ഒരു ഗെയിമാണ്, നിങ്ങൾക്ക് വിടുന്നു, കളിച്ചോളൂ, ചുമ്മാ ഇരിക്കല്ലേ, ചെയ്ത് പഠിക്കൂ. ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് വെരിഫൈ ചെയ്യാം. അതിന്റെ പ്രൂഫിലേക്കൊന്നും പോകുന്നില്ല, യാതൊരു പ്രാധാന്യമില്ല. അത് തന്നെയാണ് റീസൺ. നെക്സ്റ്റ് ഫിഫ്ത് വൺ, z1 plus z2 the whole bar equal to this one. എങ്കിൽ അതെന്തിനും ഓക്കെ ആണ്. z1 minus z2 the whole bar. രണ്ട് കോംപ്ലക്സ് നമ്പർ സബ്ട്രാക്ട് ചെയ്തതിന് ശേഷം കോൺജുഗേറ്റ് എടുത്താൽ അതെന്തിന് ഈക്വൽ ആയിരിക്കും? ഓരോ കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് കണ്ടിട്ട് സബ്ട്രാക്ട് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. നെക്സ്റ്റ് z1 into z2 the whole bar. രണ്ട് കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് കോൺജുഗേറ്റ് കാണുക. അതെന്തിന് ഈക്വൽ ആയിരിക്കും? സ്പ്ലിറ്റ് ചെയ്തില്ല, അത് തന്നെ കഥ. z1 ബാർ ഇൻറ്റു z2 ബാറിന് ഈക്വൽ ആയിരിക്കും. ഓരോ കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് കണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഇതും സെയിം ആയിരിക്കും. വെറുതെ വലിയ കാര്യമൊന്നുമില്ല. ആ കോൺജുഗേറ്റ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം ഓപ്പറേഷൻ സപ്ലൈ ചെയ്യുമ്പോൾ. ലാസ്റ്റ് പ്രോപ്പർട്ടി നിങ്ങൾ തന്നെ പറയും, എന്തായിരിക്കും? പ്ലസ് പറഞ്ഞു, മൈനസ് പറഞ്ഞു, പ്രോഡക്റ്റ് പറഞ്ഞു. അപ്പൊ എന്തിന് സ്വാഭാവികമായിട്ടും ട്രൂ ആയിരിക്കും, ഡിവിഷനും ട്രൂ ആയിരിക്കും. z1 by z2 the whole conjugate. രണ്ട് കോംപ്ലക്സ് നമ്പർ ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് കോൺജുഗേറ്റ് കാണുക. അതെന്തിന് ഈക്വൽ ആയിരിക്കും? z1 bar by z2 ബാറിന് ഈക്വൽ ആയിരിക്കും. വേർ z2 ബാർ എന്താകാൻ പാടില്ല? 0 ആകാൻ പാടില്ല. വേർ z2 നോട്ട് ഈക്വൽ ടു 0. z2 എന്നുള്ള ഒരിക്കലും എന്താകാൻ പാടില്ല? 0 നമ്പർ അല്ലെങ്കിൽ 0 എന്ന കോംപ്ലക്സ് നമ്പർ ആകാൻ പാടില്ല. അപ്പൊ ഇത് 0 അല്ലെങ്കിൽ ഇതും എന്തല്ല? 0 അല്ല. സോ ഇത്രയുമാണ് കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റിന്റെ പ്രോപ്പർട്ടീസ്.
ജസ്റ്റ് ഒന്ന് നോക്കുക. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ഈസ് മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. നേരത്തെ എന്താണ് കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് വാട്ട് ഈസ് മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. The modulus of a complex number Z is denoted by mod Z. ഈ നൊട്ടേഷൻ നിങ്ങൾക്ക് പരിചയമുള്ളത് തന്നെയാണ്. സോ Z എന്ന കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസിനെ ഡിനോട്ട് ചെയ്യുന്നത് രണ്ട് വര കൊണ്ട് അല്ലേ, അതിനകത്ത് Z എഴുതുന്നു, mod Z. If Z equal to a plus ib, then mod Z equal to square root of real part in the square plus ഇമാജിനറി പാർട്ട് ഐയുടെ കൂടെ ഇരിക്കുന്നവന്റെ സ്ക്വയർ. സോ എന്താണ് മോഡ് Z ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അങ്ങനെ പഠിക്കുന്നതിനേക്കാളും സ്ക്വയർ റൂട്ട് ഓഫ് റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് എന്താണ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ. സിമ്പിൾ അല്ലേ, അത്രേ ഉള്ളൂ. എക്സാമ്പിൾ Z1 ഈക്വൽ ടു 3 പ്ലസ് 4i. Then what is mod Z1? Modulus of Z1 root of റിയൽ പാർട്ട് 3 സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് ഐ എടുക്കരുത്, ഐയുടെ കൂടെ ഇരിക്കുന്നത് 4 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 3 സ്ക്വയർ 9 പ്ലസ് 4 സ്ക്വയർ 16 ഈക്വൽ ടു റൂട്ട് 25. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 5 എന്ന് കിട്ടി. വളരെ സിമ്പിൾ അല്ലേ. പ്ലസ് ഓർ മൈനസ് 5 ആണ്. പ്ലസ് 5 മോഡുലസ് വാല്യൂ എപ്പോഴും എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. പ്ലസ് 5 എന്ന് സെലക്ട് ചെയ്യുക. കഴിഞ്ഞില്ലേ? നെക്സ്റ്റ് Z2 equal to 2 minus 3i. What is modulus of Z2? Root of real part in the square, 2 in the square 4 plus imaginary part in the square. Imaginary part എന്താണ്? minus 3. minus 3 യുടെ സ്ക്വയർ plus 9. ഒരിക്കലും മോഡുലസ് അല്ലേ, അല്ലെങ്കിൽ റൂട്ടിനകത്ത് നെഗറ്റീവ് നമ്പർ വരത്തില്ല കേട്ടോ. മോഡുലസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. റൂട്ട് ഓഫ് പല കുട്ടികളും സെന്ററിൽ മൈനസ് കൊടുക്കും, അതുകൊണ്ടാണ് ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറയാൻ കാരണം. 2 minus 3i അതിന്റെ മോഡ് Z എന്താണ്? മോഡുലസ് ഓഫ് Z2 എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് റിയൽ പാർട്ടിന്റെ സ്ക്വയർ 2 in the square 4 പ്ലസ് അതൊരിക്കലും മൈനസ് ആവില്ല പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ -3 യുടെ സ്ക്വയർ പോസിറ്റീവ് വാല്യൂ ഇട്ടു സ്ക്വയർ ചെയ്യുമ്പോൾ -3 യുടെ സ്ക്വയർ 9 കഴിഞ്ഞു. ഈക്വൽ ടു റൂട്ട് 13 എന്ന് കിട്ടും. 9ഉം 4ഉം ആഡ് ചെയ്താൽ 13. 9 plus 4 റൂട്ട് 13 അല്ലേ. കൺഫ്യൂഷൻ ആക്കേണ്ട ആവശ്യമില്ല അല്ലേ. വാട്ട് ഈസ് മോഡുലസ് ഓഫ് 1 plus i? ഈ കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് എന്താണ്? സിമ്പിൾ. മോഡ് Z3 ഈക്വൽ ടു റൂട്ട് ഓഫ് റിയൽ പാർട്ടിന്റെ സ്ക്വയർ 1 ന്റെ സ്ക്വയർ 1 പ്ലസ് അത് മറന്നു പോകരുത് പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ. ഒരുപാട് കുട്ടികൾ ഐ സ്ക്വയർ എന്ന് എഴുതി വയ്ക്കും. അല്ല, ഇമാജിനറി പാർട്ട് ഐയുടെ കൂടെ ഇരിക്കുന്നത് 1i. വെറും ഐ എന്ന് പറഞ്ഞാൽ 1i. അപ്പൊ ഇവിടുത്തെ ഇമാജിനറി പാർട്ട് 1, അതിന്റെ സ്ക്വയർ എന്ത് തന്നെയാണ്? 1. സോ ആൻസർ എന്ത് കിട്ടി? റൂട്ട് 2. തെറ്റിക്കരുത്, ഒത്തിരി സ്ഥലത്ത് യൂസ് ചെയ്യും നമ്മൾ. നെക്സ്റ്റ് വാട്ട് ഈസ് കോൺജുഗേറ്റ് ഓഫ് ദ മോഡുലസ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ 3i. കോൺജുഗേറ്റ് എഴുതിയാലും മോഡുലസ് എഴുതിയാലും കോംപ്ലക്സ് നമ്പറിനെ ആദ്യം എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുക. അതിനുശേഷം വേണം മോഡുലസും കോൺജുഗേറ്റും കാണാൻ. ഇവിടെ 3i ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 0 plus 3i a plus ib എന്ന ഫോമിലായി. ഇനി നമുക്ക് മോഡ് Z4 കാണാം. ഈക്വൽ ടു റൂട്ട് ഓഫ് റിയൽ പാർട്ടിന്റെ സ്ക്വയർ 0 സ്ക്വയർ 0 അത് എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ ഐയുടെ കൂടെ ഇരിക്കുന്ന 3 അവന്റെ സ്ക്വയർ 9. എന്ത് കിട്ടി? റൂട്ട് 9. റൂട്ട് 9 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 എന്ന് എഴുതാം. അത്രേ ഉള്ളൂ. ഒന്നോ വാട്ട് ഈസ് കോൺജുഗേറ്റ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ 4? പ്യൂർലി റിയൽ ആണ്. അത് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതണം. എങ്ങനെ എഴുതാം? 4 plus 0i അങ്ങനെയല്ലേ എഴുതുന്നേ. ഇപ്പൊ a plus ib എന്ന ഫോമിലായി. നൗ വാട്ട് ഈസ് മോഡ് Z5? നിങ്ങൾ പറയും ഈക്വൽ ടു റൂട്ട് ഓഫ് 4 സ്ക്വയർ 16 പ്ലസ് അത് 0 സ്ക്വയർ 0 തന്നെയാണ്. അപ്പൊ എന്ത് കിട്ടി? റൂട്ട് 16 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. അപ്പോൾ വ്യത്യസ്തമായ 5 കോംപ്ലക്സ് നമ്പർ അവതരിപ്പിച്ചു, അവയുടെ മോഡുലസും പറഞ്ഞു. വളരെ എളുപ്പമല്ലേ? അടുത്തെന്തായിരിക്കും? നിങ്ങൾ പറയും പ്രോപ്പർട്ടീസ്, ഈ മോഡുലസിന്റെ ചില സവിശേഷതകൾ. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഫസ്റ്റ് വൺ, സിമ്പിൾ വൺ. Modulus of Z1 into Z2 equal to mod Z1 into mod Z2.
രണ്ട് കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം അതിന്റെ മോഡുലസ് കാണുന്നു. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? ആ കോംപ്ലക്സ് നമ്പറിന്റെ ആദ്യത്തെ കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് കാണുക, രണ്ടാമത്തെ കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് കാണുക. അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കും. അല്ലെ? രണ്ട് കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്തിട്ട് മോഡുലസ് കണ്ടാലും ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് മോഡുലസ് കണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും സെയിം ആയിരിക്കും. സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, അത് തന്നെയാണ് സംഗതി. കോൺജുഗേറ്റിനും സെയിം പ്രോപ്പർട്ടി ഓക്കെയാണ്. നെക്സ്റ്റ്, മോഡുലസ് ഓഫ് Z1 by Z2 ഈക്വൽ ടു മോഡ് Z1 by മോഡ് Z2 വേർ Z2 എന്തായിരിക്കണം? നോട്ട് ഈക്വൽ ടു 0. ഡിവിഷൻ വന്നാലും സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ അടുത്തത് നിങ്ങൾ എന്ത് പറയും? പ്ലസ് അല്ലേ എന്ന് പറയും. പക്ഷേ മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 ഈക്വൽ ടു മോഡ് Z1 പ്ലസ് മോഡ് Z2 എന്ന് എഴുതാൻ പറ്റത്തില്ല. അത് നമ്മുടെ പ്രൂഫ് നമുക്ക് നമ്മുടെ സിലബസിനുള്ളിൽ ഒതുങ്ങുന്നതല്ല, അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ആ റിസൾട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യവുമില്ല. അപ്പോൾ പ്ലസോ മൈനസോ വന്നാൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റത്തില്ല. ഈ പ്രോഡക്റ്റും ഡിവിഷനും വരുമ്പോൾ മാത്രമേ മോഡുലസ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ സാധിക്കത്തുള്ളൂ. ജസ്റ്റ് അതൊന്ന് ഓർമ്മിക്കുക. ഒരു മോർ ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി, Z into Z bar. ഒരു കോംപ്ലക്സ് നമ്പറും അതിന്റെ കോൺജുഗേറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ഇവിടെ പ്രോപ്പർട്ടീസ് ഓഫ് മോഡുലസ് ആണ് പഠിപ്പിക്കുന്നത്. അപ്പൊ മോഡുലസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കിട്ടുമായിരിക്കും. കിട്ടും, നോക്കിക്കോ. ഇത് ഇൻറ്റു ഇത്, അതല്ലേ വേണ്ടത്? സോറി, Z into Z bar. Z A plus IB. അപ്പൊ Z bar എന്താണ്? നിങ്ങൾക്കറിയാം, A minus IB. Z A plus IB. അപ്പൊ Z bar എന്താണ്? A minus IB. ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? Z into Z bar. ഇതൊരു ഐഡന്റിറ്റി ആയിട്ട് ഞാൻ പഠിപ്പിച്ചു. A plus IB into A minus IB എന്ന് പറഞ്ഞാൽ S square plus B square ആണെന്ന് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു. A plus B into A minus B, S square minus B square. പക്ഷേ A plus IB into A minus IB വന്നാൽ എന്താണ് കിട്ടുന്നത്? S square plus B square. ഈ S square plus B square എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഈ കിട്ടിയവന്റെ സ്ക്വയർ അല്ലേ? മോഡ് Z ന്റെ സ്ക്വയർ ചെയ്താൽ എന്ത് കിട്ടും? S square plus B square. സോ S square plus B square പ്ലേസിൽ എനിക്ക് എന്ത് കൊടുക്കാം? മോഡ് Z സ്ക്വയർ. ചുരുക്കി പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയ പ്രോപ്പർട്ടി കിട്ടിക്കഴിഞ്ഞു. Z into Z bar ഈക്വൽ ടു മോഡ് Z സ്ക്വയർ. ഒരു കോംപ്ലക്സ് നമ്പറും അതിന്റെ കോൺജുഗേറ്റും മൾട്ടിപ്ലൈ ചെയ്താൽ ഓൾവേസ് എന്ത് കിട്ടും? സ്ക്വയർ ഓഫ് ദ മോഡുലസ് കിട്ടും. സ്ക്വയർ ഓഫ് ദ മോഡുലസ്. വെരി വെരി ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എങ്ങനെ കണ്ടെത്താം? കഴിഞ്ഞ ദിവസം ഞാൻ അത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിരുന്നു. എന്താണ്? ഇഫ് Z is the complex number, then multiplicative inverse of Z is denoted by 1 by Z or Z raised to -1. ഇതാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിന്റെ നൊട്ടേഷൻ. ഇനി ഇതെങ്ങനെ കണ്ടെത്താം? ഒരു ചെറിയ ഫോർമുല, അതെങ്ങനെ കിട്ടുന്നു എന്ന് ഓടിച്ച് പറയാം. Let Z equal to A plus IB. Then its multiplicative inverse Z raised to -1 അല്ലെങ്കിൽ 1 by Z എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? 1 by A plus IB എന്ന് എഴുതി കൂടെ? Z raised to -1 എന്ന് പറഞ്ഞാൽ 1 by Z. That is 1 by this complex number. ഈ 1 എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. 1 plus I0. ആ കോംപ്ലക്സ് നമ്പറിനെ ഈ കോംപ്ലക്സ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കഴിഞ്ഞ എപ്പിസോഡിൽ ഡിവിഷൻ ഓഫ് 2 കോംപ്ലക്സ് നമ്പേഴ്സ് പഠിപ്പിച്ചു. എന്ത് ചെയ്യണം? താഴെ ഇരിക്കുന്നതിന്റെ കോൺജുഗേറ്റ് മേളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം. A plus IB യുടെ കോൺജുഗേറ്റ് എന്താണ്? A minus IB. മേളിലും മൾട്ടിപ്ലൈ ചെയ്തു, താഴെയും മൾട്ടിപ്ലൈ ചെയ്തു, വിലയ്ക്ക് വ്യത്യാസം വരാതിരിക്കാൻ. ഈക്വൽ ടു പറഞ്ഞോ, മേളിൽ 1 into A minus IB, A minus IB by താഴെ ഇത് ഇൻറ്റു ഇത് A plus IB into A minus IB. നിങ്ങൾക്കറിയാം S square plus B square. കിട്ടി ഫോർമുല. Z ഈക്വൽ ടു എന്താണ്? A plus IB. എങ്കിൽ A minus IB എന്ന് പറഞ്ഞാൽ എന്താണ്? Z bar by Z ഈക്വൽ ടു A plus IB. എങ്കിൽ മോഡ് Z എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ജസ്റ്റ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ എന്ന് പറഞ്ഞാൽ മോഡ് Z ന്റെ സ്ക്വയർ. So which is the formula? എന്താണ്? To find multiplicative inverse of a complex number. Very very important formula. സ്ഥിരമായിട്ട് എക്സാമിനേഷൻ ചോദിക്കും. Z raised to -1 equal to Z bar by mod Z square. ഇപ്പൊ തന്നെ പഠിച്ചോളൂ. എന്താണ്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ Z, that is Z raised to -1 equal to Z bar by square of the modulus. Conjugate to by square of the modulus. Example, Z equal to 2 plus 3i. Find multiplicative inverse of this complex number.
എന്താണ് ഈ കോംപ്ലക്സ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണണം. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് കോൺജുഗേറ്റ് ഓഫ് ദിസ് കോംപ്ലക്സ് നമ്പർ. 2 + 3i കോൺജുഗേറ്റ് എന്താണ്? 2 - 3i. ഇന്ന് പഠിപ്പിച്ചു. What is modulus of this complex number? Root of ആരുടെ ഇവന്റെ modulus 2 square real part in the square 4 plus 3 square imaginary part in the square 9 that is equal to root 13. അതും ഇന്ന് പഠിപ്പിച്ചു. Now what is multiplicative inverse of z? Z raised to -1 equal to നിർബന്ധമായിട്ടും ഫോർമുല എഴുതണം. z bar by mod z square is equal to what is z bar? ഇതായിരിക്കുന്നു 2 - 3i divided by mod z in the square. തെറ്റിക്കരുത്. mod z in the square. mod z root 13 അവന്റെ സ്ക്വയർ root 13 ന്റെ സ്ക്വയർ എന്ത് കിട്ടും? 13. ഇത് തന്നെയാണ് ആൻസർ. വേണമെങ്കിൽ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. 2/13 മൈനസ് 3/13i എന്ന് ഇങ്ങനെ എഴുതാം. നിർബന്ധമൊന്നുമില്ല, ഇത് എഴുതിയാലും മതി. പിടികിട്ടിയിലെ കിട്ടി മാർക്ക് 2. ക്വസ്റ്റ്യൻ ഫൈൻഡ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് z equal to 4 - 3i. ഈ കോംപ്ലക്സ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണുക. For that, first of all, we have to find conjugate of this complex number. 4 - 3i the conjugate 4 + 3i. Now, what is modulus of this complex number? Mod z equal to root of 4 square 16 plus real part in the square plus imaginary part i യുടെ കൂടെ ഇരിക്കുന്നത് -3 അവന്റെ സ്ക്വയർ 9 is equal to root 25 equal to എന്ത് കിട്ടി? 5. Now, what is z inverse? Multiplicative inverse of z equal to z bar by mod z square equal to z bar എന്താണ്? ഇതായിരിക്കുന്നു, മാറിപ്പോകരുത്. 4 + 3i by mod z ന്റെ സ്ക്വയർ 5 സ്ക്വയർ എന്താണ്? 25 എന്ന് എഴുതാം. വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4/25 plus 3/25i എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സിമ്പിൾ അല്ലേ? വെരി ഇമ്പോർട്ടന്റ് ആൾസോ. Question. Find multiplicative inverse of z equal to root 5 plus 3i. ഇത് z1 z2 അങ്ങനെയൊക്കെ കൊടുക്കാം. ഞാൻ ജസ്റ്റ് z ഒന്ന് കൊടുക്കുന്നു. Okay. So first of all we have to find z bar conjugate of this complex number. Very simple. Imaginary partന് opposite sign കൊടുക്കുക. root 5 minus 3i. Now we have to find mod z equal to root of real part in the square root 5 in the square 5 plus imaginary part എന്നാണ് 3 square 9 equal to എന്ത് കിട്ടി? root 14 എന്ന് കിട്ടി. കോൺജുഗേറ്റ് കിട്ടി, മോഡുലസ് കിട്ടി. Now what is multiplicative inverse? z raised to -1 equal to ഫോർമുല നിർബന്ധമായിട്ടും എഴുതണം. z bar by mod z square equal to what is z bar? That is root 5 minus 3i divided by എന്താണ്? mod z ന്റെ സ്ക്വയർ root 14 ന്റെ സ്ക്വയർ എന്ത് കിട്ടും? 14 എന്ന് കിട്ടും. വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. root 5/14 minus 3/14i എന്ന് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് z equal to -i. ഈ കോംപ്ലക്സ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണണം. ഒറ്റ സ്റ്റെപ്പിൽ ഇത് കാണാം, എങ്കിലും നമ്മൾ പഠിച്ച ആ ഫോർമുല ഉപയോഗിച്ച് തന്നെ കണ്ടെത്താം. z bar equal to ഈ കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് -i അതിന്റെ കോൺജുഗേറ്റ് +i. ഇമാജിനറി പാർട്ടിന് ഓപ്പോസിറ്റ് സൈൻ കൊടുത്തു. വേണമെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എഴുതാം, അതിന്റെ ആവശ്യമില്ല. Next, what is modulus of z? Root of real part in the square. ഇവിടെ റിയൽ പാർട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ 0 square 0 plus imaginary part in the square. എന്താണ് ഇമാജിനറി പാർട്ട്? -i. i യുടെ കോഎഫിഷ്യന്റ് that is -1. -1 in the square plus 1 that is equal to root 1 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. Now ഫോർമുല എഴുതുന്നുണ്ടല്ലോ, എനിക്ക് തന്നെ ബോറടിച്ചു തുടങ്ങി. z ഇൻവേഴ്സ് അല്ലെ, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് z raised to -1 equal to z bar. എന്താണ് z bar? i divided by mod z ന്റെ സ്ക്വയർ. mod z എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ന്റെ സ്ക്വയർ എന്താണ്? 1 that is equal to എന്ത് കിട്ടും? i എന്ന് കിട്ടും. ഇത് ഇങ്ങനെയാണ് ഫോർമുല ഉപയോഗിച്ച് നമ്മൾ കണ്ടെത്തിയത്. ഇനി ഫോർമുല ഉപയോഗിക്കാതെ കണ്ടെത്തിക്കൂടെ? കണ്ടെത്താൻ, വേറെ പ്രശ്നമൊന്നുമില്ല. വളരെ സിമ്പിൾ ആണ്. z equal to -i അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണ്? 1/z that is equal to 1/z. z എന്തായിരുന്നു? -i. കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചു, മേളിൽ ഒരു i മൾട്ടിപ്ലൈ ചെയ്യുക, താഴെ ഒരു i മൾട്ടിപ്ലൈ ചെയ്യുക.
സിമ്പിൾ സിംപ്ലിഫിക്കേഷൻ ആണ്. ഈക്വൽ ടു 1 into i, മേളിൽ എന്ത് കിട്ടും? i ബൈ താഴെ ഐയും ഐയും ഐ സ്ക്വയർ മൈനസ് 1 പ്ലസ് 1 i by 1 that is equal to എന്ത് കിട്ടും? i എന്ന് കിട്ടും. അങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം, എങ്ങനെയെങ്കിലും ചെയ്യുക, അത്രമാത്രം. ക്വസ്റ്റ്യൻ, ഫൈൻഡ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് z equal to 3 plus root minus 4. കോംപ്ലക്സ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ എവിടെ കോംപ്ലക്സ് നമ്പർ എന്നായിരിക്കും ചിന്തിക്കുന്നത്. ഐ ഇല്ലല്ലോ, ഐ ഉണ്ടാക്കാം, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കാരണം റൂട്ട് മൈനസ് 4 അതിന്റെ വാല്യൂ എന്താണ്? 2i എന്ന് നമുക്കറിയാം. ഓർമ്മയില്ലേ? സപ്പോസ് റൂട്ട് മൈനസ് 5 എന്നായിരുന്നെങ്കിൽ എന്തെഴുതുമായിരുന്നു? i റൂട്ട് 5 അല്ലെ? മൈനസ് 1ന്റെ റൂട്ടാണ് i, 5ന്റെ റൂട്ട് 5 എന്ന് എഴുതാം. അങ്ങനെ ചെയ്തൂടെ? ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനെ നമുക്ക് ഇങ്ങനെ എഴുതാം. z ഈക്വൽ ടു 3 plus root minus 4 എന്ന് പറഞ്ഞാൽ 2i which is in the standard form. a plus ib എന്ന ഫോമിലായില്ലേ? ഇത് നിങ്ങൾക്കറിയാം, പെട്ടെന്ന് പറഞ്ഞോ. z bar ഇതിന്റെ കോൺജുഗേറ്റ് 3 minus 2i. മോഡുലസ് ഓഫ് z, ഈ കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് റൂട്ട് ഓഫ് 3 square 9 plus 2 square 4 equal to എന്ത് കിട്ടി? റൂട്ട് 13. z raised to minus 1 equal to formula z bar that is 3 minus 2i by mod z ന്റെ സ്ക്വയർ, ഇവന്റെ സ്ക്വയർ എന്ത് കിട്ടും? 13. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാം, അതൊരു വിഷയമേ അല്ല. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് എങ്ങനെ എഴുതാം, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എങ്ങനെ എഴുതാം, മോഡുലസ് എങ്ങനെ കണ്ടെത്താം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു പോർഷനാണ്. ഈസി ആയിട്ട് തന്നെ മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് എഴുതുമ്പോഴും മോഡുലസ് എഴുതുമ്പോഴും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എഴുതുമ്പോഴും ആദ്യം ആ കോംപ്ലക്സ് നമ്പറിനെ ഏത് ഫോമിൽ എഴുതുക? സ്റ്റാൻഡേർഡ് ഫോം z ഈക്വൽ ടു a plus ib എന്ന ഫോമിൽ എഴുതുക. അതിനുശേഷം മാത്രം ഈ പറഞ്ഞ രീതിയിൽ പ്രൊസീഡ് ചെയ്യുക. സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒത്തിരി പ്രോബ്ലംസ് ചെയ്തു. ഇപ്പൊ സപ്പോസ് ഒരു പ്രോബ്ലം ഇങ്ങനെ വരാം. z equal to 1 plus i by 1 minus i. Find its modulus and conjugate എന്ന് ചോദിച്ചാൽ ആദ്യം ഈ കോംപ്ലക്സ് നമ്പറിനെ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുക. അത് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിപ്പിച്ചു. ഇത് സിംപ്ലിഫൈ ചെയ്ത് i എന്ന് കിട്ടും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ. എന്നിട്ട് വേണം, i മീൻസ് എന്താണ്? 0 plus i സ്റ്റാൻഡേർഡ് ഫോമിലായി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മോഡുലസും കോൺജുഗേറ്റും പിന്നെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സും കാണുക. അത് ഓർക്കുക. അത്തരം പ്രോബ്ലംസ് ആണ് എക്സാമിനേഷൻ ചോദിക്കുന്നത്. സിംപ്ലിഫിക്കേഷൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചത് കൊണ്ടാണ് അത്തരം പ്രോബ്ലംസ് ഇന്ന് ചെയ്യാത്തത്. കൂടുതൽ പ്രോബ്ലംസുമായി നെക്സ്റ്റ് ഡേ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.